മണവാട്ടിപ്പെണ്ണിനെ വലം വെച്ച് 108 സുന്ദരിമാരാണ് മെഗാ ഒപ്പനയിൽ അണിനിരുന്നത്. ഇവരുടെ ചുവടുകൾക്ക് ഹരം പകരാൻ 12 പാട്ടുകാരും ഉണ്ടായിരുന്നു. മൊത്തം 121 പേരടങ്ങിയ ഈ ഒപ്പനക്കൂട്ടം അങ്ങനെ പുതിയൊരു ചരിത്രം എഴുതി. പരമ്പരാഗത ശൈലിയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഒപ്പന ചിട്ടപ്പെടുത്തിയതെന്ന് പരിശീലകൻ പറഞ്ഞു. പൂർണ്ണതയോടുകൂടി തന്നെ തനിമയുള്ള ഇശലുകൾ തിരഞ്ഞെടുത്താണ് നമ്മൾ പാട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കമ്പോസിങ്ങളിലും പുതുമയും തനിമയും നിങ്ങൾ ഡ്രസ്സ് കണ്ടാൽ തന്നെ മനസ്സിലാകും. തനിമ കൈവിടാതെ ഈ സാധാരണ സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ എങ്ങനെയാണോ ദർശിക്കുന്നത് അതിൻ്റെ ഒരു വിപുലീകര രൂപം, അത് മെഗാ ഒപ്പന എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 10 പേർ മാത്രം അരങ്ങിലെത്തുന്ന സാധാരണ ഒപ്പനയേക്കാൾ ഏറെ ബുദ്ധിമുട്ടിയാണ് മെഗാ ഒപ്പന അവതരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനികൾ അഭിപ്രായപ്പെട്ടു. നമ്മൾ പ്രായോഗികമാക്കാൻ ഒരുപാട് മെനക്കെടേണ്ടി വന്നു. അത്തരത്തിലുള്ള ഒരുപാട് കഠിനാധ്വാനങ്ങൾക്ക് ശേഷമാണ് ഇത് രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് അവതരിപ്പിക്കാൻ ഇന്ന് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് 2 മാസം പരിശീലനം നൽകിയാണ് ഒപ്പന സ്റ്റേജിലെത്തിച്ചത്. ഇതിനായി 2 ലക്ഷം രൂപയോളം ചിലവാകുകയും ചെയ്തു. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.